السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അപരൻ്റെ വേദനകളെ തഴുകി ഉണക്കിയ ഇസ്ലാം എന്ന പ്രമേയത്തിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് അപരനെ സഹായിക്കുക എന്ന് പറയുന്നത്. എത്ര വലിയ തമ്മാടിയായ മനുഷ്യനാണെങ്കിൽ പോലും പാവപ്പെട്ടവരായ അപരനായ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാളെ പരിഗണിക്കുമെന്നുള്ളതാണ്. വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അപരനെ സഹായിക്കുന്നതിലൂടെ അടിമകളായ നമുക്ക് ഓഫർ ചെയ്തു തന്നിട്ടുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കളിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി വര്യൻ്റെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധികൾ വന്നുകൊണ്ട് പറയുകയാണ്, അല്ല മുആദ് തങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഖലീഫയാകണം, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഖലീഫ നിങ്ങളാകണം. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയായ മുആദ് തങ്ങൾ പറയുകയാണ്, ഇല്ല, എനിക്ക് പറ്റൂല, ഞാൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഖലീഫയാവില്ല. അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഖലീഫയാവാത്തത്, എന്തുകൊണ്ടാണ്? ആ സമയത്ത് മുആദ് ഇബ്നു തങ്ങൾ പറയുകയാണ്, ഞാൻ ആവാത്തതിൻ്റെ കാരണം ഞാൻ ഹബീബായ തങ്ങളോട് പറഞ്ഞുകൊള്ളാം. ആ സമയത്ത് ഈ മനുഷ്യരെ പ്രതിനിധികളായ ഈ മനുഷ്യർ ചെന്ന് റസൂലുള്ളാഹിയോട് കാര്യം പറയുകയാണ്, നബിയേ, ഞങ്ങൾ മുആദിനോട് ഇന്ന വിഷയങ്ങൾ പറഞ്ഞു, പക്ഷേ മുആദ് തങ്ങൾ പറ്റില്ലെന്ന് പറഞ്ഞു. നബിയേ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അതാ മുത്തുനബി വിളിക്കുകയാണ്, മുആദേ, ഈ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ നിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവരുടെ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നീ അത് സമ്മതിക്കാതെ പോയത് മുആദേ?
ആ സമയത്ത് മുആദ് തങ്ങൾ പറയുകയാണ്, നബിയേ, ഞാനിവരെ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പോയാൽ, ഇവരെ രാജ്യത്തിലേക്ക് ഞാൻ ഇവരെ പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, അങ്ങ് അഹ്ലു സുഫക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഹദീസുകളില്ലേ, നസീഹത്തുകളില്ല നബിയേ, ആ നസീഹത്തുകൾ എനിക്ക് മിസ്സാവും നബിയേ. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ, നീ ഒരു രാജ്യത്തിൻ്റെ ക്ഷേമങ്ങളും ഐശ്വര്യം, ഒരു രാജ്യത്തിലെ പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ നീ ഏറ്റെടുത്തിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുത്താൽ, എന്നിൽ നിന്ന് കിട്ടുന്ന നസീഹത്തിനേക്കാളും എന്നിൽ നിന്ന് കിട്ടുന്ന ഇൽമിനേക്കാളും നിനക്കതാണ് ഖൈർ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് തങ്ങളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂല് യയാൻ ആകാശത്തേക്ക് മിറാജിൻ്റെ യാത്ര നടത്തിയ സമയത്ത് അതാ പടച്ച തമ്പുരാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് ആ സ്വർഗത്തിലുള്ള മനുഷ്യനോട് ചോദിക്കുകയാണ്, ആ സ്വർഗത്തിലുള്ള ആ മനുഷ്യൻ്റെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഇത്ര വലിയ പ്രതിഫലങ്ങൾ ആർക്കാ? ഇയാൾ സ്വർഗത്തിൽ കടന്നിട്ട് വല്ലാതെ ആഹ്ലാദിക്കുന്നുണ്ടല്ലോ, വല്ലാതെ ഇയാൾ സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇയാൾ ഇത്ര വലിയ സന്തോഷത്തിലാവാൻ കാരണമെന്താണ്? അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് പാവപ്പെട്ടവരായ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് ചെയ്തു കൊടുത്ത കാരണം കൊണ്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് നോക്കൂ, ഇന്നലില്ലാഹി അഖ്വാമാ, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഒരു വലിയ സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ പ്രത്യേകത എന്താ? ഇഖ്തസഉം ബിനിഅമിഹി, പടച്ച തമ്പുരാനെ അവർക്ക് ധാരാളം നിഅമത്തുകൾ കൊടുത്തു, ധാരാളം സമ്പാദ്യങ്ങൾ കൊടുത്തു. എന്തിനാ സമ്പാദ്യം കൊടുത്തത്? ലിമനാഫിഇൽ ഇബാദ്, പാവപ്പെട്ടവരായ അടിമകളില്ലേ, ആ അടിമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിക്കൊണ്ട് അവർക്ക് ധാരാളം സമ്പത്ത് കൊടുത്തു. ആ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കാതെ ആ കിട്ടിയ സമ്പത്ത് മുഴുവൻ പൂത്തിവെച്ചാൽ, അത് തടഞ്ഞു വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആ സമ്പത്തിനെ ഊരിക്കളയുന്നതാണ്. അവരല്ലാത്ത മറ്റുള്ളവരിലേക്ക് ആ സമ്പത്തിനെ അല്ലാഹു കൊടുക്കുന്നതാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നാം പാവപ്പെട്ട ആളുകളെ സഹായിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി വീണ്ടും പഠിപ്പിക്കുന്നു, ഇനി ആരെങ്കിലും ഒരു പാവപ്പെട്ടവൻ നിങ്ങൾ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്നെ നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ഏതെങ്കിലും ഒരു യജമാനൻ്റെ അടുത്ത് പോയിട്ട് ഒരു പാവപ്പെട്ടവൻ്റെ ആവശ്യം നിങ്ങളെ പറഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്താൽ, സബ്ബത്തല്ലാഹു ഖദമൈഹി അലസ്സിറാത്ത്, അവൻ്റെ കാൽപാദത്തെ സിറാത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പാവപ്പെട്ടവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.